കെ സുധാകരൻ മറ്റൊരു സത്യം കൂടി തുറന്നു പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിലും കോൺഗ്രസ്സുകാർക്കുള്ളിൽ ഗിർ സുധാകരൻ ഡയലോഗ് കൊണ്ട് ഗിർ മാത്രമാണ്. ഉള്ളാലെ അദ്ദേഹം പല കാര്യങ്ങളിലും യാഥാർത്ഥ്യം അതേപടി തുറന്നു പറയും. അതുകൊണ്ടാണ് വഖഫ് ചർച്ചയിൽ എന്തുകൊണ്ട് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും സംസാരിച്ചില്ല എന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം ബാക്കിൽ നിന്നും അത് മുൻപ് പറഞ്ഞ വിഷയമാണെന്നുള്ള ഉപദേശം കിട്ടിയിട്ടും ആ യാഥാർത്ഥ്യം അദ്ദേഹം തുറന്നു പറഞ്ഞത്. ചർച്ചയിൽ പ്രിയങ്ക ഗാന്ധി ഉണ്ടായിരുന്നത് രാഹുൽ ഗാന്ധി മിണ്ടിയില്ല. ഷാഫി പറമ്പിൽ സംസാരിച്ചില്ല. അങ്ങനെ രൂക്ഷമായ വിമർശനമാണ് കോൺഗ്രസിലേക്ക് വലിയ വിഷയമായിട്ടും സംസാരിച്ചില്ല. രാഹുൽ ഗാന്ധി മിണ്ടിയില്ല എന്നാണ് ആക്ഷേപം. മിണ്ടിയിട്ടിപ്പോൾ പരിഹാരം ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല. ഇവിടെ BJP ഗവൺമെന്റിന് ശക്തമായ ഒരു അഭിപ്രായമുണ്ട്. ആ അഭിപ്രായത്തെ തകർക്കാനൊന്നും രാഹുൽ ഗാന്ധിയല്ല ആര് പറഞ്ഞാലും അവർക്ക് അവരുടെ ആ നയത്തിലേക്കൊന്നും അവർ പോകുമെന്നുള്ള പ്രതീക്ഷയുമില്ല. പറഞ്ഞ 3-4 ഘടോത്കചൻ വാക്കുകൾക്കപ്പുറം എന്താണ് കവി ഉദ്ദേശിച്ചതെന്ന് കേട്ടോണ്ട് നിൽക്കുന്നവർക്ക് മനസ്സിലാകുന്നില്ല. എന്തായിരുന്നാലും അതിൽ നമ്മൾ വായിച്ചെടുക്കേണ്ടത് അവിടെ സംസാരിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. ആ സംസാരിച്ചു എന്ന് കരുതി നമ്മുടെ എനർജി കളയാം. എങ്ങനെ നമ്മുടെ എനർജി കളയാം എന്നതിനപ്പുറം തന്നെ അവിടെ വിശ്വഗുരുവിൻ്റെ സർക്കാർ അവർ തീരുമാനിച്ച കാര്യം നടപ്പാക്കും. പിന്നെ നമ്മൾ സംസാരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നമ്മളങ്ങ് മിണ്ടാതിരുന്നാൽ പോരെ. അതാണ് അദ്ദേഹം പറഞ്ഞു വന്ന ആംഗിൾ. അത്രയേ ഉള്ളൂ. കോൺഗ്രസ്സുകാരെ സംബന്ധിക്കുന്നിടത്തോളം എന്തായിരുന്നാലും അവർ ഉദ്ദേശിച്ച കാര്യം വഖഫ് ബില്ല് അവർ നടപ്പാക്കും. പിന്നെ വല്ല കാര്യമുണ്ട് നമ്മൾ അവിടെ കിടന്ന് സംസാരിക്കാതെ അവരെന്തോ ചെയ്തുകൊണ്ട് പോട്ടെ എന്ന രീതിയിൽ നമുക്കിരുന്നൂടെ? നേരത്തെ കേരളത്തിൽ വന്യജീവി ആക്രമണത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് കാട്ടാന ആക്രമണങ്ങൾ നടത്തുന്നത് എന്തുകൊണ്ടെന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം ഇതുപോലെ മുൻപ് വനം മന്ത്രിയായിരുന്ന തൻ്റെ അനുഭവം പങ്കുവച്ചിരുന്നു. സതീശൻ മലയോര മേഖലകളിലൂടെ യാത്ര നടത്താൻ തീരുമാനിച്ച സന്ദർഭത്തിൽ തന്നെയാണ് ആ ഉഡായിപ്പിനെ പൊളിച്ചുകൊണ്ട് അദ്ദേഹം ഈ സത്യം പറഞ്ഞത്. അതുപോലെ തന്നെ എന്തുകൊണ്ട് വയനാട് MP ആയിട്ടുള്ള ഊമപ്പെണ്ണും സഹോദരൻ ഉരിയാണ പയ്യനും മിണ്ടാതിരുന്നു എന്ന് പറഞ്ഞാൽ വസ്തുതാപരമായിട്ട് നമ്മൾ എന്തിനാണ് ചുമ്മാ സംസാരിച്ച് ശത്രുക്കളെയൊക്കെ ഉണ്ടാക്കുന്നത്? നോർത്തിൽ നമുക്കത് വലിയ തിരിച്ചടിയാവില്ല. അതുകൊണ്ട് അവരെന്തായാലും അത് നടപ്പാക്കും. ആ സന്ദർഭത്തിൽ നമ്മൾ വെറുതെ ബഹളം വയ്ക്കാതെ മിണ്ടാതിരുന്ന ശത്രുക്കളും ഉണ്ടാവില്ല. അവർക്ക് നമ്മളടുത്ത് വലിയ പിണക്കം ഉണ്ടാവില്ല. നമ്മളോട് അവർ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ പക പോക്കാൻ വരില്ല. നമ്മുടെ തടി നമ്മൾ രക്ഷിക്കണം. അത്ര മാത്രമാണ് കോൺഗ്രസിൻ്റെ 2 പുതിയ തലമുറ കുടുംബാംഗങ്ങൾ ചെയ്തു എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. അതൊരു കണക്കിന് യാഥാർത്ഥ്യം തന്നെയാണ്. അദ്ദേഹം ഉള്ളതുപോലെ പറഞ്ഞു. എന്തെങ്കിലും കാര്യം ചെയ്യാതിരുന്നിട്ട് വിദഗ്ധ ന്യായീകരണം പറയുന്നതിനപ്പുറം സത്യം അത് ഉള്ളതങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ന്യായീകരിക്കേണ്ടി വരില്ലല്ലോ. അതായിരുന്നു ഈ പ്രതികരണം. ചർച്ചയിൽ പ്രിയങ്ക ഗാന്ധി ഉണ്ടായിരുന്നത് രാഹുൽ ഗാന്ധി മിണ്ടിയില്ല. ഷാഫി പറമ്പിൽ സംസാരിച്ചില്ല. അങ്ങനെ രൂക്ഷമായ വിമർശനമാണ് കോൺഗ്രസിലേക്ക് വലിയ വിഷയമായിട്ടും സംസാരിച്ചില്ല. രാഹുൽ ഗാന്ധി മിണ്ടിയില്ല എന്നാണ് ആക്ഷേപം. മിണ്ടിയിട്ടിപ്പോൾ പരിഹാരം ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല. ഇവിടെ BJP ഗവൺമെന്റിന് ശക്തമായ ഒരു അഭിപ്രായമുണ്ട്. ആ അഭിപ്രായത്തെ തകർക്കാനൊന്നും രാഹുൽ ഗാന്ധിയല്ല ആര് പറഞ്ഞാലും അവർക്ക് അവരുടെ ആ നയത്തിലേക്കൊന്നും അവർ പോകുമെന്നുള്ള പ്രതീക്ഷയുമില്ല.